ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സെയ്ദ് കുന്നുമൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു പച്ചക്കറി വിഭവമായിട്ടാണ്. മറ്റൊന്നുമല്ല, വെണ്ട. എന്താണ് ഇപ്പോൾ ഇത്ര പറയാമെന്ന് ചോദിക്കും. വെണ്ട സാധാ വെണ്ടയല്ല, ചുള്ളി വെണ്ട, ജൈവ രീതിയിലുണ്ടാക്കിയ വെണ്ട. വരൂ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെണ്ട. സാധാ വെണ്ട നമുക്ക് കുറച്ച് കായുള്ളല്ലോ എന്നൊക്കെ പറയുന്നത്. ജൈവ രീതിയിൽ ഉണ്ടാക്കിയ വെണ്ടയാണ്. ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗ്യാപ്പ് നോക്കിയാണ്ട് ഇങ്ങനെ വെണ്ടകളാണ്. ഇപ്പോൾ ഇവിടെ കുറച്ചുണ്ടാകും, ഇവിടെ ഒരു 4 മരണ്ടാവും, അപ്പുറത്ത് 4 മരണ്ട്, അങ്ങനെ ഗ്യാപ്പിലൊക്കെ 1 ഇഞ്ച് സ്ഥലം ഒഴിവാക്കാതെ കൃഷി എങ്ങനെ ചെയ്യാം. കാരണം 360 ദിവസം മഴക്കാലത്ത് വെണ്ടയ്ക്ക് വലിയ പ്രശ്നമല്ല, മഴക്കാലത്തും വെണ്ടക്ക ഉണ്ടാവും. ഈ വെണ്ടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ മക്കളെ, അതിൻ്റെ ഒരു ടേസ്റ്റ് എത്ര അറിയാം ഞങ്ങൾ. നല്ല ടേസ്റ്റാണ്. പഴയ ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ആ ചൊവ്വ, നാടൻ വെണ്ടൻ്റെ ചൊവ്വ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിയാൻ സാധ്യതയില്ല. പക്ഷേ പഴയ ആൾക്കാർക്ക് അറിയാം. ആ ഒരു വെണ്ട നല്ല തേങ്ങയൊക്കെ അരച്ച് നാടൻ തക്കാളി ഇട്ട് ആ കറി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, വായിൽ വെള്ളം ഊറും. നമുക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റാണ് അറിയാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇതിനൊന്നും വലിയൊരു മുതൽ മുടക്കോ സ്ഥലം മുടക്കോ, ടെറസിൻ്റെ മേലെ 2 ഇതിൽ ചട്ടിയിൽ എന്തിനെങ്കിലും 2 വിത്തിട്ടാൽ മതി. ഒരു 2 വെണ്ടൻ്റെ ആവശ്യമുള്ള 1.5 വെണ്ട കുറച്ചാൽ നമുക്ക് എന്നും. അപ്പോൾ ഈ 2 ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, ഇത് ഏകദേശം കായാകുമ്പോൾ അമരാനാകുമ്പോഴത്തേന് വേറെ ഒരു 4 മരടോ അല്ലെങ്കിൽ 5 മരടോ വെച്ചിടും. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഈ സാധാരണക്കാരെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ആളുകൾക്ക് പച്ചക്കറി വിഷമില്ലാതെ എങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് സിമ്പിളായിട്ട്, വലിയ ഹൈടെക് വിദ്യ കുറേ പൈസ ഒന്നും മുടക്കിയാണ്ടുള്ളതല്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലുള്ള ജൈവ മാലിന്യമൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മളെ അടുക്കളയിൽ അടിച്ചു വരുന്ന അടിക്കാട്ട് മതി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇത് പരീക്ഷിക്കണം. ഞാൻ ചെയ്യാറുള്ളത് ഇതാണ്. ഒന്ന് കഴിയുമ്പോഴത്തേന് എനിക്ക് 360 ദിവസം പച്ചക്കറികൾ ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും. കാരണം എന്താ പറയുക, ഈ വെണ്ടയ്ക്ക് എന്നും ഉണ്ടാവും. പച്ചമുളക്, വെണ്ട, തക്കാളി വരെ. ഇപ്പോൾ ഈ പെരുമഴയത്ത് വരെ തക്കാളിയൊക്കെ ഉണ്ട്. കാരണം തക്കാളിക്കൊക്കെ മഴക്കാലം വലിയ ഇതില്ല. പക്ഷേ ഞാനത് കഠിനപ്രയത്നം കൊണ്ട് നമ്മളെ ആവശ്യത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളും ഇത് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇത് കണ്ട നിങ്ങൾ വിഷരഹിതം എന്ന് പറഞ്ഞാൽ വിഷരഹിതം. അത് ഇങ്ങനെ പൊട്ടിക്കുക. ഇങ്ങനെ പൊട്ടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേൾവിയും വേണം. എന്താണെന്ന് ടേസ്റ്റ് അറിയാം. ഞാൻ ഇല്ലാത്ത പറയല്ല. അവരും ഇത് വിഷടിക്കാതെ നമുക്ക് പച്ചക്ക് തിന്നാം. അത് കരുതിയാണ് ഞാൻ ഈ കഴിക്കണ കണ്ടാണ്. നിങ്ങളാരും വീട്ടിൽ കൊടുന്ന് വെച്ചാൽ കണ്ടത്ത് കഴിക്കാൻ നിൽക്കണ്ട. കണ്ടമാനം വിഷടിച്ചിട്ടാണ്, വിഷം മുക്കിയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പച്ചക്കറി വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ആയാലും എന്തായാലും നമ്മൾ ആരോഗ്യം വേണം ആദ്യം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കണം. കഴിയുന്നതും ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ബായ്.